നമസ്കാരം. അതീവ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി, ഗോവക്കാരിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അതീവ സുന്ദരി എന്ന് പറഞ്ഞത് സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്റെ ആണെങ്കിലും സൗന്ദര്യം, യഥാർത്ഥ സൗന്ദര്യം അവരുടെ അന്തരംഗത്തിലാണ്. അല്ല, കണ്ണെഴുതി പൊട്ട് തൊട്ട് പറ്റാവുന്ന സ്ഥലത്തേക്കും ദ്വാരം കുത്തി അവിടേക്കും കമ്മലിട്ട്, ചുണ്ടിൽ കമ്മൽ ഇന്നലെ വരെ കണ്ടു, ആളെ ചുണ്ടത്ത് കമ്മലിട്ടിരിക്കുന്നു, മൂക്കുത്തി, അത് ഇത് നിറയെ ആഭരണങ്ങൾ. ബോബി ചെമ്മണ്ണൂരുടെ മോളുടെ കല്യാണത്തിന് ആ കുട്ടിയിട്ടുള്ളത് ഒറ്റ സ്വർണ്ണമാലയാണ്. അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് 250 പവൻ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തോ ആകട്ടെ, അതൊന്നുമല്ല സൗന്ദര്യം. ആ രീതിയിലാണ് ഈ കുട്ടിയുടെ. കണ്ടോ, ഒരു ആഭരണവുമില്ല, മുടി നീട്ടി വളർത്തി ഇങ്ങോട്ട് കുറച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് സൈലന്റ് വാലിയിൽ കാണുന്നോ മറ്റേ എന്തായാലും പറയാ സിംഹവാനം കുരങ്ങിന്റെ ആസനം പോലെ അവിടെയുണ്ട് കുറച്ച് രോമങ്ങൾ കിടക്കണ കാണാം. അതുപോലേക്ക് മുഖമാക്കി ഇവിടേക്കും ചോപ്പൊക്കും കുത്തി. അങ്ങനെയല്ല, ചുണ്ടത്ത് ആ റിപ്പോർട്ടർ ചാനൽ ഒരുത്തി വരാൻ കാണാം, ചുണ്ടത്ത് ആരോ പിടിച്ച് 2 വെച്ചു കൊടുത്ത പോലെ ഇവിടെ ചോര കക്കി കിടക്കണത്. അതല്ല സൗന്ദര്യം. അതിൽ തന്നെ വേറെ കുട്ടിയുണ്ട്, സ്മൃതി എന്ന് പറഞ്ഞ കുട്ടി. അവരെ കാണുന്ന സമയത്ത് നമുക്കൊരു ചാരുത തോന്നും. മറ്റത് അപ്പൊ ആ രീതിയിലുള്ള അതീവ സൗന്ദര്യമുള്ളൊരു കുട്ടി പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഇംഗ്ലീഷിലാണ് പറയുന്നത്. ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് വരുന്നത് വാക്കുകളിലൂടെയല്ല. ഇംഗ്ലീഷ് അറിയാത്തവരും ആ കുട്ടിയുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കും ആ കുട്ടിയുടെ മനസ്സിലെ നെരിപ്പോടിന്റെ നീറ്റം. അവര് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ്. നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ആ കുട്ടിയുടെ നിരാശ, ഇങ്ങനെ ഒരു ഇന്ത്യയിൽ ജീവിക്കേണ്ടുന്ന ഗതികേട്, ആ ഗതികേടിന് ഇനിയൊരു ആവർത്തനം ഉണ്ടാകുക, അതിലുള്ള ഭയം, ഇതെല്ലാം അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന നമുക്ക് കാണാം. നിങ്ങൾ ആ കുട്ടി പറയുന്നത് കേൾക്കുക. ആ പറയുമ്പോൾ തന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാലോ, അവർക്ക് മനസ്സിലാവും. എങ്കിൽ പോലും അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വിവർത്തനം ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. കാണുക. നമസ്കാരം. Dear Narendra Modi, today I address this video to you directly. Recently in your rally, you have pointed out that the South Goa candidate from Congress has spoken against the Constitution, and this is the greater conspiracy by the Congress against the Constitution of India. Let me remind you and take you back to your own speech a few days ago in Rajasthan, where you called the Muslims of India as infiltrators, Ghuspethiye. That is the word that you've used for the Muslim community. And it is not the first time nor the only time that you have demonized Muslims of India. Now coming to the Christians. You and your party have demonized Christians. Your party people, their ranks, have gone into schools, beaten up nuns, gone and destroyed crosses, broken statues of Lord Jesus. Manipur is burning right now, and how many churches, 300 plus churches have been burnt there. In my own state, Goa. Your party henchmen and so many allied wings of the Sangh, they went and put a cross, put an idol in the property of a church and caused communal ruckus. The Christian community did not retaliate. The Muslim community has not also retaliated. But your crimes and your party's crimes against the minorities of India are unending. And every single word that you have uttered against the minorities, you have committed crimes against the Indian Constitution. Just to make political headlines, you take the protection of the Indian Constitution and invoke the name of Dr. B.R. Ambedkar
You and your party are the biggest criminals who have literally obliterated the Indian constitution. People from your party, a union minister, called for a Hindu Rashtra. What does Hindu Rashtra mean? That it would replace the Indian constitution as it exists right now. So many people in your cabinet have spoken about amending the constitution or changing it altogether. Isn't that against the constitution? When every time that you utter a word against the minorities, isn't that against the Indian constitution? So who is the criminal? Who should be charged with sedition? I, as a Hindu today, I would like to point out to you, I am very happy living with my brothers and sisters from all religions, especially the minorities. Despite being a practicing Hindu, I go to church and attend masses with my Christian friends. I go for Eid celebrations with my Muslim friends. And for everything in life, I am standing shoulder to shoulder with them as they are with me. That is the essence and idea of India, which is enshrined in our Indian constitution. If you would have bothered reading the Indian constitution, it speaks about equality, fraternity. These two words, I don't think they exist in your dictionary. I, as a Hindu today, I would like to point out to you that you, of all the people, have no ethics. Absolutely no ethics. You speak about Lord Ram and invoke his name. It is shame on your part to do so. Lord Ram was Maryada Purushottam, who lived by ethics and a moral code of conduct. You have no moral code of conduct. You will do and say anything and everything under the sun to achieve political power, even if it means fragmenting our country into a million different parts, as long as it gives you political mileage. This is not India. And you, nor anybody from the Bharatiya Janata Party, has the right to do all of this. Today you may have so many institutions who work in your favor. The Election Commission of India has not taken action against you for what you have said. It is in violation of the Model Code of Conduct. You cannot use religion. You, Amit Shah, so many ministers from your party continuously play the religious card for political gains, violating the Model Code of Conduct. Is this your code of ethics? Is this your respect for the Indian Constitution? Is this your respect for Dr. B.R. Ambedkar? Before invoking the name of Dr. B.R. Ambedkar, you should read the Indian Constitution that came from him and several others. If you read, each and every citizen of this country is equal. They have the right to practice, preach and propagate any religion that they want to believe in. And you are nobody, nor is your party anybody to come in the middle of it. And today I say this, that me and so many Hindus like me, we are standing for the very idea of India, for the Indian Constitution. Every single time that you and your party are going to commit transgressions against the Indian Constitution, we will be there as a shield to protect it. You have absolutely no right to invoke Dr. B.R. Ambedkar's name, nor ask people, isn't this against Indian Constitution? You have committed the worst crimes against our Constitution and our country, especially since you hold the highest post in the entire country and in the largest democracy of the world. Absolutely unbecoming of the position that you hold. Shame. You have shamed us not only in our country but abroad too. And for all the minorities, the people from the minorities that could see this video, please don't lose hope. Despite there being
such a segment of rancid Sanghis who are communal and who sow such seeds of divisiveness amongst us. There are Hindus like me, and we are very many in numbers. We are there and standing with you, protecting the Indian Constitution along with you. And before I go, Modi ji, you may try and appease the Christian community by saying the Pope may come next year for a visit. Rest assured that all your shenanigans, all your tricks, all these mind games that you'd like to play, all this publicity and the narratives that you try to build, this is, your mask has fallen. We all understand that you are nothing but a compulsive liar and you engage in mass gaslighting of the people. You don't even remember a few days ago what crime you committed against the Indian Constitution, and you said what you said after that. Shame on you. നമസ്കാരം. ഈ പെൺകുട്ടി പറഞ്ഞത് അതേപോലെ 100% പദാനുപദ വിവർത്തനമല്ല ഞാൻ പറയുന്നതെങ്കിൽ പോലും 99% പദാനുപദ വിവർത്തനമാണ്. പ്രിയപ്പെട്ട നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പ്രിയപ്പെട്ട നരേന്ദ്രമോദി, ഇത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഈ അടുത്തൊരു ദിവസം നിങ്ങൾ നടത്തിയ ഒരു റാലിയിൽ നിങ്ങളൊരു കാര്യം സൂചിപ്പിച്ചു. തെക്കൻ ഗോവയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭരണഘടനയ്ക്കെതിരായിട്ട് സംസാരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. ഇതാകട്ടെ നമ്മളുടെ ഭരണഘടനയ്ക്കെതിരായിട്ട് വലിയ ഗൂഢാലോചനയാണ്, കോൺസ്പിരസിയാണ് എന്നും പറഞ്ഞു. അക്കാര്യം ഞാൻ അങ്ങയെ ഓർമ്മിപ്പിച്ചോട്ടെ. അങ്ങ് പറഞ്ഞത് മറന്നുപോയിട്ടുണ്ടാവും, ഓർമ്മിപ്പിച്ചോട്ടെ. അതോടൊപ്പം താങ്കൾ നടത്തിയ ഒരു പ്രസംഗവും ഓർമ്മിപ്പിച്ചോട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിൽ നടത്തിയൊരു പ്രസംഗമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അന്ന് അവിടെ പറഞ്ഞത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ഇൻഫിൽട്രേറ്റ് ചെയ്തു വന്നവരാണ്, നുഴഞ്ഞു കയറി വന്നവരാണ് എന്ന്. അവരുടെ പ്രധാന തൊഴിൽ കുട്ടികളെ സൃഷ്ടിക്കലാണ് എന്നർത്ഥം. അവരുടെ റിക്രിയേഷൻ ഈസ് നത്തിങ് ബട്ട് പ്രൊക്രിയേഷൻ എന്ന്, അത് ഇംഗ്ലീഷിൽ. ഇതാദ്യമല്ല നിങ്ങളിങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ ഒരേ ഒരു സമയത്ത് മാത്രമല്ല നിങ്ങളിങ്ങനെ പറയുന്നത്. താങ്കൾ മുസ്ലിം സമുദായത്തെ ആകെ ഡൊമിനൈസ് ചെയ്യുകയാണ്. ഡീമൺ എന്ന് പറഞ്ഞാൽ ഭീകരസത്വം. നിങ്ങളവരെ ഭീകരന്മാരായിട്ട് ചിത്രീകരിക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയും നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. ക്രിസ്ത്യാനികളായിട്ടുള്ള കന്യാസ്ത്രീകളെയും പാതിരിമാരെയും നിങ്ങൾ ആക്രമിക്കുന്നു. അവരുടെ പള്ളികളിലെയും അവരുടെ സ്കൂളുകളിലെയും പ്രതിമകൾ തല്ലി തകർക്കുന്നു, സ്ഥാപനങ്ങൾ തല്ലി തകർക്കുന്നു. ജീസസിന്റെ പ്രതിമകൾ, മേരി മാതാവിന്റെ പ്രതിമകൾ തല്ലി തകർക്കുന്നു. മണിപ്പൂർ എന്നൊരു നാടുണ്ട്, അത് കത്തിയെരിയുകയാണ്. അവിടെ എത്രയെത്ര ക്രിസ്ത്യൻ പള്ളികൾ, ഏകദേശം 300ഓളം ക്രിസ്ത്യൻ പള്ളികൾ നാമാവശേഷമായി കഴിഞ്ഞു. ഇത്രയെല്ലാം ചെയ്തിട്ടും ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി നിങ്ങളോട് പെരുമാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കണം. എന്നും നിങ്ങളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് കാണുന്നു. നേരിട്ട് കാണുമ്പോൾ ഉള്ള ബഹുമാനമെല്ലാം നിങ്ങൾക്ക് തരുന്നു, സ്നേഹവും തരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇവരോടുള്ള പ്രതികാര ബുദ്ധി, വൈരനിര്യാതന ബുദ്ധി, അത് സംബന്ധിയായിട്ടുള്ള പ്രവർത്തനങ്ങളും അത് അണൻഡിങ് ആണ്, അത് അവസാനമില്ലാത്തതായിട്ട് തുടരുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ഓരോ വാക്കുകളെയും കൊണ്ട് സത്യത്തിൽ താങ്കളാണ് ഇவ்விധം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ വിധം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളിൽ തലക്കെട്ടുകൾ ഉണ്ടാക്കാൻ, എപ്പോഴും ലൈം ലൈറ്റിൽ തുടരാൻ നിങ്ങൾ ഭരണഘടനയുടെ സുരക്ഷിതത്വം ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീമാൻ ഡോക്ടർ BR അംബേദ്കറുടെ പേരും നിങ്ങൾ ഇടവിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും
സർവ്വവിധേനയും ഇന്ത്യൻ ഭരണഘടനയെ എതിർക്കുന്നവരാണ്, അവഹേളിക്കുന്നവരാണ്. താങ്കളുടെ ഒരു മന്ത്രി അടുത്ത കാലത്ത് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമെന്ന് വിളിച്ചു. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്ന് പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമെന്ന് വിളിക്കുന്നത്? ഭരണഘടന ഇത് അനുശാസിക്കുന്നുണ്ടോ? താങ്കളുടെ മന്ത്രിസഭയിലുള്ള പല മന്ത്രിമാരും ഭരണഘടനയെ നവീകരിക്കണമെന്ന് പറയുന്നു, മാറ്റണമെന്ന് പറയുന്നു, അതിനുവേണ്ടി സംസാരിക്കുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധത? എന്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ള പോരായ്മ? അത് മാത്രമല്ല, സദാസമയം അഥവാ പല സമയത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് അങ്ങ് ഏറെ അധമമായിട്ടാണ് സംസാരിക്കുന്നത്. അതല്ലേ വാസ്തവത്തിൽ ഭരണഘടന വിരുദ്ധത? താങ്കൾ പറയൂ, ആരാണിവിടെ ക്രിമിനൽസ്? കുറ്റവാളികൾ ആരാണ്? ആരെയാണ് രാജ്യദ്രോഹത്തിന് ചാർജ് ചെയ്യേണ്ടത്? ആരെയാണ് രാജ്യദ്രോഹത്തിന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്? ആരാണ് പിടിക്കപ്പെടേണ്ടത്? ഒരു ഹിന്ദുവായിട്ടുള്ള എനിക്ക് താങ്കളോട് പറയുവാനുള്ളത്, ഞാൻ ഏറെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു, ഏറെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ എല്ലാ മതങ്ങളിലും പെട്ട സഹോദരി സഹോദരന്മാരുടെ ഒപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായങ്ങളിലുള്ള മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങളിലുള്ള സഹോദരന്മാരോടൊപ്പം, സഹോദരിമാരോടൊപ്പം. ഞാൻ എൻ്റെ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കൊപ്പം ജീവിക്കുന്നവളാണ്. അതോടൊപ്പം ഞാൻ ക്രിസ്ത്യൻ പള്ളികളിൽ പോകാറുണ്ട്, ക്രിസ്ത്യൻ സുഹൃത്തുക്കളോടൊപ്പം അവരുടെ മാസുകളിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഈദ് വരുമ്പോൾ, ബലിപെരുന്നാൾ വരുമ്പോൾ, റംസാൻ വരുമ്പോൾ, അതിൻ്റെ ആഘോഷങ്ങൾ വരുമ്പോൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ എന്നെ വിളിക്കും, ഞാൻ അവരോടൊപ്പം പങ്കെടുക്കാറുണ്ട്, അവരുടെ പള്ളികളിലും പോകാറുണ്ട്. ഞാനും എൻ്റെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സുഹൃത്തുക്കളും തോളോട് തോൾ ചേർന്ന് മുന്നേറുകയാണ് എല്ലാ അവസരത്തിലും. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന വായിക്കാൻ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. സമത്വ ഭാവന, ഇക്വലിറ്റി, ഫ്രറ്റേണിറ്റി, സാഹോദര്യ ചിന്ത നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയെ മുറ്റതാക്കുന്നത് ഈ സമത്വ ഭാവനയാണ്, സാഹോദര്യമാണ്. സമത്വവും സാഹോദര്യവും. പക്ഷേ ഈ രണ്ട് പദങ്ങളും നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം അവർ കൈകാര്യം ചെയ്യുന്ന നിഘണ്ടുവിൽ കാണില്ലായിരിക്കും. ഇല്ല, അതുണ്ടാവില്ല. ഒരു ഹിന്ദുവായിട്ടുള്ള ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പമുള്ളവർക്കും യാതൊരു വിധത്തിലുള്ള എത്തിക്സും പാലിക്കാൻ കഴിയുന്നില്ല. ധർമ്മം എന്നൊന്നും നിങ്ങൾക്കില്ല. നിങ്ങളെപ്പോഴും ശ്രീരാമന്റെ പേര് ഉപയോഗിക്കുന്നുണ്ട്, സ്ഥാനത്തും അസ്ഥാനത്തും ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നുണ്ട്. അത് ആ ധർമ്മപുരുഷന് അപമാനമാണ്. ആ ധർമ്മപുരുഷന്റെ ശ്രീത്വമാർന്ന മുഖത്തേക്ക് നിങ്ങൾ ചെളി വാരി എറിയുകയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യമാണത്, ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നത്. ശ്രീരാമൻ ജീവിച്ചത് മര്യാദയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, നീതിക്ക് വേണ്ടിയിട്ടായിരുന്നു, ന്യായത്തിന് വേണ്ടിയിട്ടായിരുന്നു, മാനവികതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരും പറയുന്നു മര്യാദാ പുരുഷോത്തമൻ എന്ന്. ധർമ്മത്തിന്റെ വിഗ്രഹമായിരുന്നു ശ്രീരാമൻ. ധർമ്മോ വിഗ്രഹവാൻ ധർമ്മ, രാമോ വിഗ്രഹവാൻ ധർമ്മ. പക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ധർമ്മമായിട്ട്, മര്യാദയായിട്ട്, നീതിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിങ്ങളുടെ രാഷ്ട്രീയ ബലം, ഭൗതിക ബലം അത് മാത്രം ഉന്നം വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. സൂര്യന് താഴെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം ധർമ്മവിരുദ്ധമാണ്, ഭൗതിക മോഹങ്ങൾ ലക്ഷ്യപ്പെടുത്തിയുള്ളതാണ്. നിങ്ങളെ ഭാരതഭൂമിയെ ഛിന്ന ഭിന്നമാക്കുന്നു. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, കഴിക്കുന്ന ആഹാരത്തിന്റെ പേരിൽ നിങ്ങൾ വേർതിരിവുകൾ ഉണ്ടാക്കുന്നു. ഇന്ത്യൻ ജനതയെ പല തുരുത്തുകളിലും കൊണ്ടിടുന്നു. തമ്മിൽ കണ്ടുമുട്ടാൻ കഴിയാത്ത വിധത്തിലാക്കി മാറ്റുന്നു. എല്ലാം സ്വാർത്ഥ താല്പര്യ സംരക്ഷണാർത്ഥം, അധികാരത്തിന് വേണ്ടി, അധികാരത്തിന്റെ പുറയിൽ വരുന്ന
ധനത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടിയിട്ട്. ഇതല്ല യഥാർത്ഥത്തിലുള്ള ഭാരത പെരുമ. ഇതല്ല യഥാർത്ഥത്തിലുള്ള ഭാരത മാഹാത്മ്യം. ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഈശ്വരന് നിരക്കാത്തവയാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ അനുയായികൾക്കും നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാം തന്നെ അധികാരത്തിലുള്ള ആർത്തിമൂത്ത് ശരിയല്ലായ്മയിൽ നിലകൊള്ളുന്നവകളാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും നിങ്ങളെല്ലാം ഭരണഘടനയെ മാനിക്കാതെയാണ് അവിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ ഒരു ചെറുവിരലനക്കാൻ ഒരു നീതിപീഠത്തിനും കഴിയുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല. നിങ്ങളും നിങ്ങളുടെ ഇരട്ടപ്പറ്റ സന്തതികളെന്ന് പറയുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ അമിത്ഷായും അനുയായികളും തുടർച്ചയായിട്ട് ഈ കമ്മ്യൂണൽ കാർഡ്, വർഗീയ മുദ്ര തോന്നിയ ഇടങ്ങളിലെല്ലാം ഉയർത്തി കാണിക്കുകയാണ്. എല്ലാം അധികാരത്തിന്റെ സോപാനത്തിൽ സുഖമായിട്ട് വാഴുവാൻ വേണ്ടി മാത്രം. ഇതാണോ ധർമ്മം? പറയുക. ഹേ നരേന്ദ്രമോദി പറയുക, ഇതാണോ നീതി? ഹേ നരേന്ദ്രമോദി പറയുക, ഇതാണോ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മര്യാദകൾ? ഇങ്ങനെയൊക്കെയാണോ ഭരണഘടനയെ ആദരിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയാണോ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കറെ ആദരിക്കേണ്ടത്? ചെറിയൊരു കാര്യം, ശ്രീ അംബേദ്കറിന്റെ പേര് ഉച്ചരിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹം എഴുതിയുണ്ടാക്കിയ, അദ്ദേഹം വിഭാവനം ചെയ്തു വെച്ച ഭരണഘടന ഒന്ന് മനസ്സിരുത്തി വായിക്കാൻ അല്ലയോ മോഡി നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാകണം. അത് വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം ഒരേ നീതിയാണ്, ഒരേ ന്യായമാണ്, ഒരേ നിയമമാണ്, എല്ലാം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഓരോ പൗരനും അവന്റെ സങ്കല്പങ്ങളെ, അവന്റെ നിലപാടുകളെ, കാഴ്ചപ്പാടുകളെ മുൻനിർത്തി ജീവിക്കാൻ അവകാശമുണ്ടെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഇന്ത്യൻ ഭരണഘടന ഒരിക്കലെങ്കിലും വായിച്ചിരുന്നെങ്കിൽ. എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ അനുയായികൾക്കും ഇതൊന്നും തലയിൽ കയറില്ല. തലയിൽ കയറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങൾ ഒന്നറിയണം, ഞങ്ങളെപ്പോലുള്ളവർ ഇന്ത്യക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ്. നിങ്ങൾ ഭരണഘടനയെ വെട്ടിമുറിക്കാൻ, വികലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ധർമ്മം കൊണ്ട് തീർത്ത പരിച കൊണ്ട് ആ പ്രവൃത്തിയെ തടയും. പരിപാവനമായിട്ടുള്ള ഭരണഘടനയെ ഞങ്ങൾ രക്ഷിച്ചെടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അറിയണം, ഡോക്ടർ അംബേദ്കറിന്റെ നാമം ഉച്ചരിക്കാൻ പോലും നിങ്ങൾക്ക് അവകാശമില്ല എന്ന്. ഭരണഘടനയെ നിങ്ങളുടെ തോന്നിവാസങ്ങൾക്കനുസരിച്ചെടുത്ത് പ്രയോഗിക്കാൻ അവകാശമില്ലെന്ന്. കാരണം നിങ്ങൾ ഏറ്റവും നീചമായ വിധത്തിലാണ് ഇപ്പോൾ ഇന്ത്യയെ മറന്ന്, ഇന്ത്യൻ ജനതയെ മറന്ന്, ഇന്ത്യൻ ഭരണഘടനയെ മറന്ന് തലമറന്ന് എണ്ണ തയ്ക്കുന്നത്. വളരെ നീചമായ രീതിയിൽ നിങ്ങളെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി വഹിക്കുന്ന ആളാണെന്നും ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും എന്തുകൊണ്ട് ഓർമ്മിക്കുന്നില്ല? ഇതിനിടയിൽ നിങ്ങൾ പറയുന്നുണ്ട് വത്തിക്കാനിലുള്ള പോപ്പിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നും. കൊണ്ടുവന്നോളൂ, നിങ്ങളെ കൊണ്ടുവരില്ല എന്നുള്ള വേറൊരു കാര്യം. പക്ഷേ നിങ്ങൾ ആരെയൊക്കെയോ മോഹിപ്പിക്കുന്നു. ശരി, കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന നൂറുകണക്കിന് പള്ളികൾ പൊളിച്ചതിന് അതൊരു പരിഹാരമാകുമോ? ക്രിസ്ത്യാനികളുടെ മനസ്സിൽ ഉള്ള നെരിപ്പോട് കെട്ടടങ്ങുമോ ഒരു പോപ്പിന്റെ വരവോടുകൂടി? എങ്ങനെയൊക്കെ നിങ്ങൾ പിരിക്കുന്ന സ്ഥാനത്ത് എത്തിയത് നിങ്ങൾക്ക് ലജ്ജിക്കാൻ ഏറെയുണ്ട്. എങ്ങനെയൊക്കെയോ നിങ്ങൾ ആ സ്ഥാനത്തെത്തി. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നിങ്ങൾ ലജ്ജിക്കണം, നിങ്ങൾ തലകുനിക്കണം. ഏതായാലും പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള, സഹജീവികളോട് എനിക്ക് പറയാനുള്ളത്, കാര്യങ്ങൾ ഈ വിധമാണെങ്കിലും നിങ്ങളാരും നിരാശപ്പെടേണ്ടതില്ല, പ്രത്യാശകൾ കൈവിടേണ്ടതില്ല. ഇന്നത്തെ അധർമ്മത്തിന്റെ കുത്തൊഴുക്കിനെതിരെ ധർമ്മത്തിന്റെ കരുത്തിൽ നമുക്ക് നീന്തിക്കയറാം. നമസ്കാരം.